ഹായ് ഫ്രണ്ട്സ്, ഞായറാഴ്ചയായിട്ട് മേട്ട സൈറ്റ് വിസിറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ ചാടി ഇറങ്ങി പോന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടെ ഞായറാഴ്ചയായിട്ട് ഏട്ടൻ വീട്ടിൽ ഇരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പാലക്കാട്ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ തീരെ ഇരുന്നില്ല, കൂടെ ചാടി ഇറങ്ങി. ഒരു പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യസ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഏട്ടൻ്റെ സൈറ്റ് വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് കൊല്ലംകോട്ടേക്കാണ്. ഇത് കൊല്ലംകോട്ടേക്ക് പോകുന്ന വഴിയുള്ള ഒരു വയലോര പ്രദേശമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതുപോലെ നടുവിലൂടെ റോഡും അപ്പുറത്തും ഇപ്പുറത്തും നിറയെ നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു പാടട്ടോ. നല്ല ഭംഗിയായിരുന്നു, ഒന്നും പറയാനില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഇതുപോലെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നടുവിലുള്ള ആ ഒരു റോഡില്ലേ, അത് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു വളവോ തിരിവോ ഒന്നും ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന റോഡും രണ്ട് സൈഡിലും നിറയെ വയലും. അപ്പോൾ കാണാൻ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭംഗിയുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം. പിന്നെ നട്ടുച്ചയായതുകൊണ്ട് തന്നെ ആകാശത നല്ലതായിട്ട് വിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം പൊന്നൊരുക്കും വെയിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ വെയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പാടമല്ലേ, നല്ല കഠിനമായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഈ കാഴ്ചയെ ഭംഗപ്പെടുത്തുന്ന ഒരു സംഭവം ആയിരുന്നില്ല. കാരണം അത്രയും ഭംഗിയായിരുന്നു. എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവുമല്ല കേട്ടോ. പിന്നെ മക്കൾക്ക് ഞങ്ങൾക്ക് റോഡിൻ്റെ നടുവ് കൂടെ തന്നെ നടക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യും പിടിച്ച് നടത്തി കൊണ്ടുവരികയാണ് കേട്ടോ. വെയിലാണെന്നുള്ള ബോധമൊന്നും മക്കൾക്കില്ല. നല്ല കളിയായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. കാരണം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിലല്ലേ കയറി പോവാന്നൊന്നും പറഞ്ഞിട്ട് അവർ കേൾക്കല്ല കേട്ടോ. പിന്നെ നിറയെ തുമ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ വയലിൽ കൂടി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. പണ്ടൊക്കെ നമ്മൾ തുമ്പികളെ പിടിച്ചിട്ടും പൂമ്പാറ്റേനെ പിടിച്ചിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം മക്കൾക്ക് തുമ്പീനെയും പൂമ്പാറ്റേനെയും ഒന്നും പിടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ. എൻ്റെ നാട്ടിൽ അത്യാവശ്യം പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പുഴക്കാട്ടിയിൽ. അപ്പം ഞങ്ങൾ ഇതേപോലെ പാടത്തേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്, പാടത്തിൻ്റെ ഒരു ഭംഗി മാത്രമല്ല കേട്ടോ. പിന്നെ നോക്കൂ, ഒരു തുമ്പി അവിടെ ഇങ്ങനെ വീണ് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അവർക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അമലുവിനെ അതിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് മെല്ലെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിട്ട് കള, അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ വിട്ടത് അങ്ങനെ പാറിപ്പോയി കേട്ടോ. പാറക്കുട്ടിക്കൊക്കെ തുമ്പീനെ അടുത്ത് കാണുമ്പോൾ ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് പേടിയാണ് കേട്ടോ. എന്താണ്, അയ്യോ കടിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ മെല്ലെ അതിങ്ങനെ നീങ്ങി പോന്നു. എന്തായാലും സംഭവം ഉഷാറായിരുന്നു. ആ പോകുന്ന യാത്രയുടെ മുതലായിട്ടോ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ പോയത് നേരെ താമര പാടത്തേക്കാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത ഷോർട്സിൽ ഇടാം കേട്ടോ. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇതുപോലുള്ള യാത്രകളൊക്കെ എപ്പോഴും നമ്മളങ്ങനെ എന്താ പറയുക, നല്ല മനോഹരമാണ് കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിലിരുന്നാൽ പോരല്ലോ, ഇതുപോലെ യാത്രകളൊക്കെ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.